ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുക. ഒരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ റീസെറ്റ് ചെയ്തതല്ലേ എന്ന് നോക്കുക. അല്ലെങ്കിൽ ആപ്പിൾ ഐഡിക്കെല്ലാം എന്തെങ്കിലും പാസ്വേഡ് എല്ലാം കൊടുത്തു വച്ചിരിക്കുന്നുവെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ പാസ്വേഡ് എല്ലാം റിമൂവ് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കൺട്രിയുമായി കോമ്പാറ്റബിൾ ആയ ഐഫോൺ അല്ലേ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് ചില ഐഫോൺ എല്ലാം ചില രാജ്യത്ത് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും സെറ്റ് ചെയ്തു വച്ചിരിക്കുന്നത്. അതായത് കൺട്രി ലോക്ക് എല്ലാം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഫോണിൽ നമ്മുടെ രാജ്യത്തെ സിം ഒന്നും വർക്കാവുകയില്ല. അതിനാൽ തന്നെ അൺലോക്ക്ഡ് ആയ ഫോൺ അല്ലേ നമ്മൾ വാങ്ങുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇനി നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിന്റെ സീരിയൽ നമ്പർ എടുത്ത് ഇത് apple.coverage.com എന്ന സൈറ്റിൽ പോയതിനു ശേഷം അവിടെ പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് വാറണ്ടി ഉണ്ടോ, ഇത് റിപ്പയർ ചെയ്തതാണോ, ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ സാധിക്കും. ഐഫോണിന്റെ സീരിയൽ നമ്പർ ലഭിക്കുന്നതിന് സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ജനറൽ എന്നതിൽ പോവുക. അതിനുശേഷം എബൌട്ട് എന്ന സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഫോൺ സീരിയൽ നമ്പർ കിട്ടും. ഇങ്ങനെ സീരിയൽ നമ്പർ ചെക്കിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് ജെന്യൂൻ പ്രൊഡക്റ്റ് ആണോ എന്ന് അറിയാൻ സാധിക്കും. അതുപോലെ നമ്മൾ ഐഫോൺ വാങ്ങുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഐഫോൺ റീഫർബിഷ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് റീഫർബിഷ്ഡ് ഐഫോണിന് വില കുറവാണ്. ഇത് എങ്ങനെയാണ് നോക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഈ 12 Pro Max എന്ന മൊബൈൽ 2 വർഷത്തിനടുത്തായി ഞാൻ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതിന്റെ ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നത് 90% ആണ്. 80%-ന് താഴെയെല്ലാമാണ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോണിന്റെ ബാറ്ററി ഹെൽത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബാറ്ററി എല്ലാം പെട്ടെന്ന് ചേഞ്ച് ചെയ്യേണ്ടതായി വരും. ഇങ്ങനെ ബാറ്ററി ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ചിലവ് വരുന്നതാണ്. അതായത് ഐഫോണിന്റെ ബാറ്ററി എല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഐഫോൺ ഇത് റിപ്പയർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ആപ്പിളിന്റെ ഓതറൈസ്ഡ് സർവീസ് സെന്ററിലെല്ലാം നൽകി റിപ്പയർ ചെയ്തതാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് സീരിയൽ നമ്പർ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടും. എന്നാൽ ഇത് തേർഡ് പാർട്ടി വെൻഡറിലെല്ലാം ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ഇതിന്റെ ഇൻഫർമേഷൻ ഒന്നും കാണുകയില്ല. അതിനാൽ തന്നെ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഫോൺ ഇത് റിപ്പയർ ചെയ്തതാണോ എന്ന് അവരോട് ചോദിച്ചു മനസ്സിലാക്കുക. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഷോപ്പിൽ കാണിച്ചാൽ അവർക്ക് ഇത് റിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റു ഹാർഡ്വെയർ കോമ്പണൻസ് എല്ലാമാണ്. ഫോണിലെ റെക്കോർഡർ ഓൺ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ റെക്കോർഡ് ചെയ്ത് നോക്കി ഫോണിന്റെ മൈക്രോഫോൺ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. സ്ക്രീന്, ഡിസ്പ്ലേ ഇവയിലൊന്നും പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം പ്ലേ ചെയ്ത് സ്പീക്കർ എല്ലാം കറക്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ക്യാമറ യൂസ് ചെയ്ത് ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് എല്ലാം എടുത്ത് ക്യാമറയ്ക്ക് ഡാമേജ് ഒന്നും ഇല്ലെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ക്യാമറയും യൂസ് ചെയ്യുക. അതിനാൽ തന്നെ ഏതെങ്കിലും ക്യാമറയ്ക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മ്യൂട്ട് ബട്ടൺ, പവർ ബട്ടൺ, അതുപോലെ വോളിയം ബട്ടൺ ഇവയിലൊന്നും പ്രശ്നമില്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ ടച്ച് ID, ഫേസ് ID ഇവയെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇതെല്ലാമാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങാൻ പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.